സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒളിപ്പിക്കുന്ന ദൈവം എന്നതിനെക്കുറിച്ചാണ്. സങ്കീർത്തന പുസ്തകം 31 അധ്യായം 20 തിരുലിഖിതം. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ചു. മനുഷ്യരുടെ നിന്ദാവചനങ്ങൾ ഏൽക്കാതിരിക്കാൻ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു മണിക്കൂറിൽ ഞാനും നിങ്ങളും ദൈവമായ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്. റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് തൻ്റെ കാരുണ്യത്തോടെ ഒരുമിച്ച് കൂട്ടിയ ദൈവമക്കൾ യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ സംഭവിച്ച ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ അവരെഴുതി അറിയിച്ചിട്ടുണ്ട്. ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ബ്രിജിത്ത്. എൻ്റെ വീട് പോത്താനിക്കാട്. 15 വർഷമായി എനിക്ക് തലചുറ്റലായിരുന്നു. ഇംഗ്ലീഷ് മരുന്നുകളും അലോപ്പതിയും ആയുർവേദവും കഴിച്ചിട്ട് കുറവില്ല. 3 വർഷം മുമ്പ് ENT കണ്ടു. ഇയർ ബാലൻസ് തെറ്റിയതാണ് കാരണമെന്ന് പറഞ്ഞു. 2 നേരം വ്യായാമം ചെയ്യാൻ നിർദ്ദേശിച്ചു. അപ്പോൾ എനിക്ക് കുറവുമുണ്ടായിരുന്നു. ഒരു ദിവസം വ്യായാമം മുടങ്ങിയാൽ വീണ്ടും അത് രൂക്ഷമാകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടിയിലെ ധ്യാനത്തെക്കുറിച്ച് കേട്ടത്. അങ്ങനെ 2008 ഒക്ടോബറിലെ ആദ്യ വെള്ളിയാഴ്ച ധ്യാനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറയണത് ഞാൻ കേട്ടു. തലവേദനയും ചെവിക്കകത്ത് വേദനയുമുള്ള ഒരു വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നുവെന്ന്. എൻ്റെ കാര്യമാണ് അതെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ശരി, പിന്നീട് വ്യായാമം ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നി. അതനുസരിച്ച് ഞാൻ വ്യായാമവും ഗുളികയും മരുന്നുകളും നിർത്തി. അങ്ങനെ 4 മാസം കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ചെവിക്ക് യാതൊരു കുഴപ്പവുമില്ല, തലചുറ്റൽ അനുഭവപ്പെടുന്നില്ല. ഞാൻ യാതൊരു തരത്തിലുള്ള മെഡിസിനും ഇപ്പോൾ എടുക്കുന്നില്ല. കർത്താവ് എന്നെ അന്ന് തന്നെ സുഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 15 വർഷമായി ഇയർ ബാലൻസ് തെറ്റി അതിൻ്റെ കഠിന പീഡ അനുഭവിച്ച് ഈ ഭൂമി ജീവിക്കുന്നതിനും ഭേദം മരിച്ചാൽ മതി എന്ന വിധത്തിൽ ദുഃഖഭാരത്തോടെ സഹോദരി ഇതുപോലെ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തു വചനം അയച്ച് ആ മകളെ സുഖപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 16 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 6-7 തിരുലിഖിതങ്ങൾ, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും കാരാഗൃഹത്തിൽ ഇരിക്കുന്നവരെ തടവറയിൽ നിന്നും
അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. ഓ ദൈവമേ, ഈ നിമിഷം സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ കഠിനമായ രോഗബാധകളാലും പൈശാചിക പീഡകളാലും ദുഃഖഭാരത്താലും തകരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ യേശുവേ അങ്ങയുടെ അത്ഭുത നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുലിഖിതം, അവിടുന്ന് അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ അശുദ്ധാത്മാക്കൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. അനുസരണക്കേടിൻ്റെ, താന്തോന്നിത്വത്തിൻ്റെ, എതിർപ്പിൻ്റെ, വിമത സ്വഭാവത്തിൻ്റെ, വിശ്വാസരാഹിത്യത്തിൻ്റെ, ഹൃദയ കാഠിന്യത്തിൻ്റെ എല്ലാ ദുഷ്ടാത്മഭൂതങ്ങളും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 7-ാം തിരുലിഖിതം, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഓ ദൈവമേ, ഓ കർത്താവേ, ഓ യേശുവേ, ഇപ്പോൾ ഭവനങ്ങളിൽ രോഗികളായി കിടക്കുന്ന ഓരോരുത്തരുടെ അരികിലേക്ക് അവിടുന്ന് വരണമേ, സൗഖ്യം നൽകണമേ. യേശുവേ, അങ്ങയുടെ കരങ്ങളാൽ ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. പകർച്ചവ്യാധികളും കടബാധിതരുടെ കെട്ടുകളും കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പരാജയങ്ങളും തമ്മിൽ അനൈക്യങ്ങളും സംശയപ്പീഡകളും യേശുനാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 31-ാം അധ്യായം 20-ാമത്തെ തിരുലിഖിതം, അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ചു. മനുഷ്യരുടെ നിന്ദാവചനങ്ങൾ ഏൽക്കാതിരിക്കാൻ അവിടുത്തെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. ഒളിപ്പിക്കുന്ന ഒരു ദൈവം ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം യേശുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, പാപം ഉപേക്ഷിച്ച് തിന്മ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച് ഒരു ദൈവ പൈതലായി ഇന്ന് ഞാനും നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവൻ ഈ ഭൂമിയിൽ കർത്താവ് നിശ്ചയിച്ചിടത്തോളം കാലം ഇവിടെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാനും നിങ്ങളും അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതലായി ജീവിക്കുന്ന ദൈവമായ കർത്താവ് അധ്വാനിക്കും എന്നാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഒരു ദൈവത്തെ ഞാനും നിങ്ങളും അറിയണം. എൻ്റെയും നിങ്ങളുടെയും ആയുസ്സിനെ കുറിച്ച് ഞാനും നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടിരിക്കരുത്. ബൈബിളിൽ അങ്ങനെ ഒരു രംഗം കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് നമ്മളത് കാണുന്നത്. ദൈവം പ്രത്യേകം സ്നേഹിക്കുന്ന ഏലിയ പ്രവാചകൻ, അത്യുഗ്രമായി ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവൻ, ആഹാബ് രാജാവുമായി ഭയങ്കരമായ പോരാട്ടത്തിൽ ഇതാ ഏലിയ ഏർപ്പെട്ടിരിക്കുകയാണ്. ദൈവം നിയോഗം കൊടുത്തു, ഏലിയ നിയോഗം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആഹാബ് ഏലിയായോട് കഠിനമായ ശത്രുതയും, ആഹാബിനേക്കാൾ കൂടുതൽ ശത്രുത ജസബൽ രാജ്ഞിക്കാണ്. ആ ക്രൂരയായ രാജ്ഞി ഈ ഏലിയായുടെ ബദ്ധശത്രുവായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഏലിയായുടെ ജീവൻ അപകടത്തിലായി. ഏലിയായുടെ ജീവൻ ഈ ഭൂമിയിൽ സുരക്ഷിതമില്ലാതെ ഇന്ന് അപകടത്തിൻ്റെ നിഴലിൽ ജീവന് ഭീഷണി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആയിത്തീർന്നിരിക്കുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കണം, ഏലിയായുടെ ജീവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഏലിയ തത്രപ്പെടുന്നത് നാം കാണുന്നില്ല. പകരം ഏലിയായ്ക്ക് വേണ്ടി ദൈവം ഏലിയായുടെ ജീവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇറങ്ങി ഏലിയായ്ക്ക് ഒളി സങ്കേതങ്ങൾ കണ്ടുപിടിക്കുന്ന രംഗമാണ് ബൈബിളിൽ രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഏലിയായ്ക്ക് മുമ്പേ ദൈവം പോവുകയാണ്. ഏലിയായ്ക്ക് സുരക്ഷിതമായി പാർക്കാൻ, ആരും കാണാതെ പാർക്കാൻ, ഒളിച്ചു പാർക്കാൻ ഏലിയായ്ക്ക് വേണ്ടി ഒളി സങ്കേതങ്ങൾക്കായി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 2 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങൾ, കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്.
അവൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കെരീത്ത് താഴ്വരയിൽ അരുവിക്ക് സമീപം ചെന്ന് പാർത്തു. കാക്കകൾ രാവിലെയും വൈകുന്നേരവും അവന് ഭക്ഷണം കൊടുത്തു. അവൻ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കുക, ഏലിയായുടെ ജീവൻ ആഹാബ് രാജാവിൻ്റെയും ജസബൽ രാജ്ഞിയുടെയും ശത്രുതയ്ക്ക് പാത്രമായപ്പോൾ, ആ ജീവൻ അപകടം വരുമെന്ന് കണ്ടപ്പോൾ ഏലിയായ്ക്ക് വേണ്ടി ഒളി സങ്കേതം കണ്ടുപിടിച്ചത്. ദൈവം ഏലിയായെ ഒളിപ്പിക്കുകയാണ്. ഏലിയായുടെ ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി ദൈവമാണ് ഏലിയായ്ക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏലിയായോട് ദൈവം പറയാണ്, നീ പോയി കെരീത്ത് അരുവിയുടെ തീരത്ത് പാർക്കുക. അവിടെ നിനക്കായി ഒളി സങ്കേതം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിനക്കായി ഭക്ഷണം തരാനുള്ള ക്രമീകരണം ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിനക്കായി വെള്ളം കുടിക്കാനുള്ള ക്രമീകരണം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് വേണ്ടി നാം ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചിന്തിച്ച് ഒരുക്കുന്നവനായ ദൈവം വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒളി സങ്കേതം മാറ്റി താമസിപ്പിക്കുകയാണ്. അതാണ് രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാം അധ്യായം 8ഉം 9ഉം തിരുലിഖിതങ്ങൾ. കർത്താവ് ഏലിയായോട് പറഞ്ഞു, നീ സീദോനിലെ സറാഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. നോക്ക്, ഇടയ്ക്കിടയ്ക്ക് ഒളി സങ്കേതങ്ങൾ മാറ്റി മാറ്റി താമസിപ്പിക്കുന്ന ദൈവം. ആഹാബ് രാജാവ് ഏലിയായെ കണ്ടുപിടിക്കരുത്, അതിനുവേണ്ടി ദൈവം തന്നെ ഒളിപ്പിക്കുന്ന രംഗമാണ് രാജാക്കന്മാർ 1-ാം പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെ സെറാഫാത്തിൽ പോയി വിധവയുടെ സംരക്ഷണത്തിൽ വിധവ ഭക്ഷണം കൊടുത്ത് ഏലിയ അവിടെ സുരക്ഷിതനായി വസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ദൈവം ഇതുപോലെ കഷ്ടപ്പെട്ട് കെരീത്ത് അരുവിയുടെ തീരത്തും സെറാഫാത്തിൽ വിധവയുടെ ഭവനത്തിലെല്ലാം കൊണ്ട് ഒളിപ്പിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? കാരണമുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാർ 1-ാം പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതത്തിലാണ്. ഏലിയ ഒരു നാൾ ഇതാ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം പുറത്തു വരികയാണ്. പുറത്തു വന്നപ്പോൾ രാജസേവകനായ ഒബാദിയായെ കണ്ടുമുട്ടി. ഒബാദിയ ഏലിയായോട് ചോദിച്ചു, ഇത് ഏലിയ തന്നെയല്ലേ? ഏലിയ പറഞ്ഞു, അതെ അതെ, ഞാൻ ഏലിയ തന്നെ. നിന്റെ രാജാവിനോട് പറയുക, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കുക, നല്ല ധൈര്യത്തോടെ നിൽക്കുന്ന ഏലിയായെയാണ് കാണുന്നത്. ഏലിയയുടെ ജീവൻ വേട്ടയാടാൻ വേണ്ടി ജസബൽ രാജ്ഞിയും ആഹാബ് രാജാവും തത്രപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് കുതന്ത്രങ്ങളും ഒരു ഭാഗത്ത് ഗൂഢതന്ത്രങ്ങളും അരങ്ങേറുമ്പോൾ, ഗൂഢാലോചനകൾ അരങ്ങേറുമ്പോൾ, ഇതാ ഏലിയ നല്ല ധൈര്യത്തോടെ നിൽക്കുകയാണ്. നിന്റെ രാജാവിനോട് പോയി പറയുക, ഇതാ ഏലിയ ഞാൻ ഇവിടെ തന്നെയുണ്ട്. നോക്കുക, ദൈവം സംരക്ഷിക്കുന്ന ജീവൻ്റെ ബലം. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ പരിപാലന ദൈവം നടത്തും. ഇത് ബോധ്യമുള്ള ഏലിയ ധൈര്യത്തോടെ നിൽക്കുകയാണ്, ചങ്കുറപ്പോടെ നിൽക്കുകയാണ്, ഭയമില്ലാതെ നിൽക്കുകയാണ്, ഉത്കണ്ഠയില്ലാതെ നിൽക്കുകയാണ്. ഹല്ലേലൂയ! ഉടനെ ഒബാദിയ ഏലിയായോട് രഹസ്യം പറയുകയാണ്. ഒബാദിയ ഒരു കാര്യം ഏലിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് രാജാക്കന്മാർ 1-ാം പുസ്തകം 18-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങയുടെ ദൈവമായ കർത്താവാണേ, അങ്ങയെ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല. എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ ജനതകളുടെ ഇടയിലേക്കും എല്ലാ ജാതികളുടെ ഇടയിലേക്കും എല്ലാ മുക്കിലും മൂലയിലും ഏലിയായെ അന്വേഷിക്കാൻ വേണ്ടി, ഏലിയായെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാ രാജാവ് ദൂതന്മാരെ അയച്ചിരിക്കുകയാണ്. പട്ടാളത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അതിന് പറ്റിയ സ്ക്വാഡുകളെ നിയോഗിച്ചിരിക്കുകയാണ്. കമാൻഡോകളെ നിയോഗിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! നോക്ക്, ഏലിയായുടെ ജീവനെ വേട്ടയാടാൻ രാജാവ് ആയിരക്കണക്കിന് ആൾ എല്ലാ മുക്കിലേക്ക് മൂലയിലേക്ക് അയച്ചിരിക്കുകയാണ്. പക്ഷേ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു തരി രഹസ്യം പോലും വെളിപ്പെട്ട് കിട്ടാത്ത വിധം ഏലിയ സുരക്ഷിതനായി അവിടെ തന്നെ പാർക്കുകയാണ്. ഹല്ലേലൂയ! നോക്ക്, രാജാവിൻ്റെ കോപത്തിൻ്റെ മുമ്പിൽ ദൈവം ഏലിയായെ തൻ്റെ മറവിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുന്ന കാഴ്ചയല്ലേ രാജാക്കന്മാർ 1-ാം പുസ്തകത്തിൽ 17-18 അധ്യായങ്ങളിൽ കാണുന്നത്? കാരണം ഈ ഏലിയായെ വേട്ടയാടി പിടിക്കാൻ രാജാവ് ദൂതന്മാരെ അയച്ച് ശമ്പളം കൊടുത്ത് മാസക്കണക്കിനായി അയച്ചിരിക്കുകയാണ്. ഇന്ന് വരെ ആർക്കും ഒരു തരിവ് വിവരം പോലും ഏലിയായെക്കുറിച്ച് കിട്ടിയിട്ടില്ല. ഏലിയ അവിടെ സുരക്ഷിതനായി നട്ടലെ നിവർത്തി നിൽക്കുകയാണ്. ഹല്ലേലൂയ! അതാണ് സങ്കീർത്തന പുസ്തകം 31-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അങ്ങ് മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ അവരെ ഒളിപ്പിച്ചു വച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഞാനും നിങ്ങളും വിശ്വസിക്കണം.
യെശയ്യായുടെ പുസ്തകത്തിൽ 51 അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യെശയ്യായുടെ പുസ്തകം 51 അധ്യായത്തിൽ 13 മുതലുള്ള തിരുലിഖിതങ്ങൾ. നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകൻ്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ചിന്തിച്ച് നീ ഭയപ്പെടുന്നത് എന്തിന്? ദൈവം യെശയ്യാ 51:15-16 തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. തിരമാലകൾ അലറും വിധം കടലിനെ ശോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. മറച്ചു പിടിക്കുന്നൊരു ദൈവം, മറച്ചു പിടിച്ച് സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇതാ യെശയ്യാ 51 അധ്യായം 15-16 തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. യെശയ്യാ 51:13 പഠിപ്പിക്കുകയാണ്. നിന്നെ നശിപ്പിക്കാൻ നിനക്കെതിരെ വരുന്ന പീഡകൻ്റെ ക്രോധത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് നീ തകരുന്നത് എന്തിന്? കർത്താവ് ചോദിക്കുകയാണ്. ഇന്ന് ഒരുപാട് പേര് ഭയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് പേര് ദുർബലരായിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് പേര് തന്നെ ശത്രുക്കളെ ഓർത്ത് ഭാരപ്പെടുകയാണ്. ശത്രു പീഡയുടെ മുമ്പിൽ തളരരുത്, ശത്രു പീഡയുടെ മുമ്പിൽ പതരരുത്. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കുക. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വഴികളിൽ ഉറച്ചു നിൽക്കുക. ഇതാണ് പരിശുദ്ധാത്മാവ് ശത്രുപീഡ അനുഭവിക്കുന്ന ഓരോ മകനോടും ഓരോ മകളോടും ഇന്ന് ഈ നിമിഷം ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ഇതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ 27 അധ്യായത്തിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 27 അധ്യായം അതിൽ 5 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിച്ചു നിർത്തും. സങ്കീർത്തനം 27:5. അവിടുന്ന് തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിച്ചു നിർത്തുമെന്ന് സങ്കീർത്തകൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യത്തോടെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യെശയ്യായുടെ പുസ്തകം 49 അധ്യായം അതിൽ 2 തിരുലിഖിതം യെശയ്യാ 49:2 വചനം പഠിപ്പിക്കുന്നു. അവിടുന്ന് തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ മറച്ചു പിടിച്ചു, തൻ്റെ ആവനാഴിയിൽ എന്നെ ഒളിപ്പിച്ചു വെച്ചു. യെശയ്യാ 49 അധ്യായം 2 വാക്യം. അവിടുന്ന് തൻ്റെ കൈയുടെ മറവിൽ എന്നെ മറച്ചു പിടിച്ച് തൻ്റെ ആവനാഴിക്കുള്ളിൽ എന്നെ ഒളിപ്പിച്ചു വെച്ച്. ഇതുപോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് എന്നെ നിങ്ങളെ നോക്കി നടത്തുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. തകരരുത്, തളരരുത്. ഒരുപക്ഷെ നീ ഒരു ദൈവവേലക്കാരനായിരിക്കാം, ഒരുപക്ഷെ നീ ഒരു സഭാ മേധാവിയായിരിക്കാം, ഒരുപക്ഷെ നീ ഇന്നൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവനായിരിക്കാം. നീ ചിന്തിക്കരുത്, അയ്യോ ഞാൻ എങ്ങനെയാണ് മരിക്കുക, ക്യാൻസർ പിടിച്ച് മരിക്കുമോ, അയ്യോ വണ്ടി ഇടിച്ചെങ്ങാനും മരിക്കുമോ, അയ്യോ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ സ്ഥിതി എന്തായിരിക്കും, നാളെ എൻ്റെ ഭാവി എന്തായിരിക്കും, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും, എൻ്റെ മക്കളുടെ ഭാവി എന്തായിരിക്കും. നീ നിരന്തരം ചിന്തിച്ച് തകരരുത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ദൈവമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 6 അധ്യായം 34 വാക്യം വചനം പഠിപ്പിക്കുന്നു. നീ നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. നീ നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. ജീവിക്കുന്ന ദൈവപുത്രൻ കർത്താവായ യേശു ക്രിസ്തു ഇതാ പഠിപ്പിക്കുകയാണ്. നീ നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. മത്തായി 6:34. ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടയ്ക്കാം. ഓ ദൈവമേ, ശത്രുവിൻ്റെ പീഡയെക്കുറിച്ചും മറ്റുള്ളവരൊഴുക്കുന്ന കെണികളെക്കുറിച്ചും ശുശ്രൂഷ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ നാളെ എന്തായിരിക്കും കുടുംബത്തിൻ്റെ സ്ഥിതി, നാളെ എന്തായിരിക്കും എൻ്റെ ഭാവി, എൻ്റെ കല്യാണം നടക്കുമോ, എൻ്റെ മരണത്തിൻ്റെ സമയത്ത് എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ക്യാൻസർ പിടിച്ച് മരിക്കുമോ, അപമാനമാകുമോ, നിന്ദനമാകുമോ, ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാകുമോ, ഇങ്ങനെയെല്ലാം ചിന്തിച്ച് പീഡകൻ്റെ ക്രോധത്തെക്കുറിച്ച് ചിന്തിച്ച് മനം തകരുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ആകുലതകളും ഉത്കണ്ഠകളും ടെൻഷനും എല്ലാ ഭാരചിന്തകളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ദൈവത്തിൻ്റെ പരിപാലനയുടെ കരത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഹൃദയത്തിലേക്ക് ഇപ്പോൾ അങ്കുരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ ദൈവം എന്നെ പോറ്റും, എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും, എൻ്റെ ദൈവം എന്നെ നടത്തും. ഈ ഒരു അഭിഷേകം കൊണ്ട് ഹൃദയങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.
നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുലിഖിതം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഈ നിമിഷങ്ങളിൽ കരങ്ങൾ രണ്ടും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തട്ടെ. ദൈവത്തിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം ഹൃദയം കൊണ്ട് അംഗീകരിക്കുക. മകനെ, മകളെ, ഇപ്പോൾ നീ വിശ്വാസത്തോടെ നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് യേശുവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ആ സ്ഥലത്ത് യേശുവിന് അത്ഭുത സാന്നിധ്യം അവിടെ നൽകുകയാണ്. നീ ആയിരിക്കുന്ന മുറിയിലേക്ക് ദൈവിക സാന്നിധ്യം പ്രവഹിക്കുകയാണ്. കിടക്കയിൽ കിടക്കുന്ന രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ വിളിക്കട്ടെ. നടക്കാൻ സാധിക്കാത്തവർ, തളർവാദത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരും, ക്യാൻസർ രോഗത്താൽ മനം പടുത്തിരിക്കുന്നവരും, പലതരത്തിലുള്ള മരണകരമായ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരും, വ്യാധികളാൽ അവശരായിരിക്കുന്നവരും ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ വിളിക്കട്ടെ. യേശുവിൻ്റെ നാമത്തെ വിളിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ ശരീരത്തിന് ശക്തി പുറപ്പെട്ട് അനവധി കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഓ ദൈവമേ, കടബാധിത ബന്ധനത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് കടബാധിത കെട്ടുകൾ അടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി പ്രൊമോഷന് വേണ്ടി ആഗ്രഹിച്ചിട്ട്, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് തടസ്സപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ജോലി മേഖലകളിലുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, ദുർവൃത്തിയിൽ പോകുന്നു, അനുസരണമില്ല, ദൈവഭയമില്ല, പ്രാർത്ഥനയില്ല, ലോകപ്രകാരം ജീവിക്കുന്നു. അതിനെ ഓർത്ത് തകർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ആ കുഞ്ഞു മക്കളിപ്പോൾ എല്ലാ ദുർപീഡകളിൽ നിന്നും ദുഷ്ടാരൂപതകളിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഒരാൾക്ക് രോഗം മാറിക്കഴിയുമ്പോൾ അടുത്തയാൾക്ക് രോഗം, ഇങ്ങനെ കുടുംബത്തിൽ മാറി രോഗപീഠകളുടെ ആധിപത്യത്താൽ തകർന്ന കുടുംബങ്ങളിൽ നിന്ന് മാറി വരുന്ന രോഗങ്ങളെ യേശുനാമത്തിൽ ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മക്കളില്ലാത്ത കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ആ കുടുംബങ്ങളിൽ അങ്ങയുടെ നാമത്തിൽ ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഓരോ കുടുംബങ്ങളിൽ ആ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ശാപങ്ങളും പാപങ്ങളും കെട്ടുകളും ദുരന്തങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് ഹെൻസ. ഞാൻ തൃശ്ശൂർ കുരിയച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ട് കൊച്ചുങ്ങളുണ്ടായിരുന്നില്ല. ഇവിടെ 2008 ആഗസ്റ്റ് 1-ാം തീയതി മാസാദി വെള്ളിയാഴ്ച ഞാൻ വന്ന് ധ്യാനം കൂടിയിരുന്നു. 14-ാം തീയതി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ റിസൾട്ട് പോസിറ്റീവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹെൽസ എന്ന സഹോദരി തൃശ്ശൂർ ദേശത്ത് നിന്ന് കുരിയച്ചിറയിൽ നിന്നാണ് വരുന്നത്. 6 വർഷമായി മക്കളുണ്ടായിരുന്നില്ല. നിങ്ങൾ ഡോക്ടർമാരെ വല്ലതും കാണിച്ചായിരുന്നോ? ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർ എന്താ പറഞ്ഞത്? അവര് കുഴപ്പമില്ല, കുറെ ടെസ്റ്റുകൾ ചെയ്യാനാ പറഞ്ഞത്. അവർ തലങ്ങും വല്ലമോ ചെയ്യാവുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നോക്കിയിട്ട് മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു കുഴപ്പവും കാണാനില്ല, പക്ഷെ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാനില്ല, എന്താ കാരണം നമുക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, അട്ടപ്പാടി പോയി ആദ്യ വെള്ളിയാഴ്ച കർത്താവിനെ ആരാധിക്കാന്ന് പറഞ്ഞ് അട്ടപ്പാടിക്ക് ഇങ്ങോട്ട് വന്നു. ഏത് മാസമാണ് വന്നത്? 2008 ആഗസ്റ്റ് 1. 2008. അത് കൃത്യം ആ ദിവസം ഓർത്തിരിക്കുന്നുണ്ട്, കാരണം അത് അത്ഭുതം സംഭവിച്ച ദിവസമാണ്. ആ തടസ്സം 2008 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഇവരെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി. ഇതാ ദൈവത്തിൻ്റെ അനുഗ്രഹഫലമായി ആ കുട്ടിയുമായിട്ട് ഇവരിവിടെ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അത്ഭുതമായ വിടുതൽ, കൈകൾ ഉയർത്തിയടിക്കട്ടെ. അവകാശം, അത്ഭുതമായ